ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി എല്ലാവർക്കും ഇഷ്ടമാകുന്ന രുചിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ മുരിങ്ങയില കറിയുടെ റെസിപ്പിയാണേ. അപ്പോൾ മുരിങ്ങയില കറി ഉണ്ടാക്കാൻ മെയിനായിട്ട് മുരിങ്ങയില വേണമല്ലോ. അപ്പം മുരിങ്ങയില പിച്ചാൻ വേണ്ടി വന്നതാണേ. മുരിങ്ങയിലയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല, ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആവശ്യത്തിന് പറിച്ചെടുക്കുന്നു. അപ്പോൾ ഇനി തയ്യാറാക്കി എടുക്കാം. ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വീത്തി കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പം അതിലോട്ട് 3-4 കൊച്ചുള്ളി അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ഇട്ട് ഉള്ളി ഒന്ന് വഴറ്റി നന്നായിട്ട് എടുക്കാം. നല്ല ചൂട് ചോറും ഇതുപോലെ ഒരു മുരിങ്ങയില കറിയും ഉണ്ടെങ്കിൽ വേറൊന്ന് സൈഡായിട്ട് വേണ്ട കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇനി ഇതിലോട്ട് കഴുകി വെച്ചേക്കണം മുരിങ്ങയില ഇട്ട് 2 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനായിട്ട് തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അരമുറി തേങ്ങ ചേർക്കുന്നുണ്ട്, 2-3 കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1/2 സ്പൂൺ ജീരകവും കൂടെ ഇട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടെ വീത്തുന്നുണ്ട്. അപ്പോൾ അരച്ചത് ഇതേപോലെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയിലെ ജാറിലോട്ട് കുറച്ച് വെള്ളവും കൂടെ വീത്തി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ചൂടായി വന്നാൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 4 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നമുക്ക് താളിക്കേണ്ട ആവശ്യമില്ല. വളരെ രുചിയാണ്. ആ തൈരിൻ്റെ ചെറിയൊരു പുളിപ്പും ആ തേങ്ങാക്കൂട്ടിൻ്റെ ടേസ്റ്റും മുരിങ്ങയിലയുടെ രുചി ചേരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ.